അഭയ ഹിരൺമയി എന്ന ഗായിക തെലുങ്കിലും മലയാളത്തിലുമാണ് കൂടുതൽ പാടിയിരിക്കുന്നത്. സംഗീതത്തിന് പുറമെ മോഡലിംഗിലും അഭയയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. ഗോപി സുന്ദറുമായുള്ള ലിവിങ് ടുഗദർ ആരംഭിച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയുടെ നിരന്തരമായുള്ള സൈബർ ആക്രമണങ്ങളും അഭയ നേരിടാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ഏതൊരു പെൺകുട്ടിക്കും ഞരമ്പന്മാരുടെ ശല്യം നേരിടേണ്ടി വരാറുണ്ട്. ഗോപി സുന്ദറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടും സോഷ്യൽ മീഡിയ നിരന്തരം അഭയയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിവിങ് ടുഗദർ ബന്ധത്തിന് ഒരു കുഴപ്പമുണ്ട്. അത് ഒന്നുകിൽ മരണം വരെ തുറന്നുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആകും. എല്ലാ ബന്ധങ്ങളിലും ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ആ വ്യക്തിയെ കുറ്റം പറയാതെ മാന്യമായി ബഹുമാനം കൊടുത്ത് മാറണം. ശരിക്കുമുള്ള സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് അത്തരം വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാൻ സാധിച്ചത്. മറിച്ച് അയാളെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ സാധിക്കും, ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ ഇഷ്ടവും സ്നേഹമുള്ളത് കൊണ്ട് ബഹുമാനത്തോടെ ഞാൻ മാറി നിൽക്കുകയാണ്. ഒരു പരിധിവരെ ഇത്തരം ഘട്ടങ്ങളിൽ സഹായമായി എത്തുന്നത് സംഗീതം തന്നെയാണ്. സർഗാത്മക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് അഭയ ജനിച്ചത്. 2014 അഭയ ആദ്യമായി സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. നാക്കുപെൻഡ നാക്കുട്ടാക്ക ആയിരുന്നു ആദ്യ ചിത്രം. അതിനുശേഷം 2 കൺട്രീസിൽ പാടി ശ്രദ്ധേയമായി. പിന്നീട് കോഴിക്കോടിനെ ആസ്പദമാക്കി ആലപിച്ച ഗൂഢാലോചന എന്ന ചിത്രത്തിലെ ഗാനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബനിലെ പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ന ഗാനം ഇതിനകം മില്യൺസിനടുത്ത് പ്രേക്ഷകരെ സ്വന്തമാക്കി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മളെല്ലാവരെയും പോലെ അഭയയ്ക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റുകളിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുക, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. എല്ലാ വിഷമഘട്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ അഭയയ്ക്ക് സംഗീതം താങ്ങും തണലുമായിരിക്കട്ടെ എന്ന് GPS മീഡിയ ആശംസിച്ചുകൊള്ളുന്നു.